പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെക്കുറിച്ച് ഏറ്റവും ശക്തമായി രംഗത്ത് വന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രതിമാസം 80 ലക്ഷം രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് ദൂർത്തടിച്ചു എന്ന് അന്ന് സതീശൻ തുറന്നടിച്ചു. ഒരു വശത്ത് ഖജനാവ് കാലിയാണെന്ന് പറയുകയും മറുവശത്ത് പൊതുപണം ഇങ്ങനെ ചിലവഴിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു സതീശൻ്റെ നിലപാട്. സാമ്പത്തിക പ്രയാസം പ്രസംഗിക്കുന്ന സർക്കാർ ആദ്യം സ്വന്തം ചിലവുകൾ നിയന്ത്രിക്കണം എന്നായിരുന്നു അന്നത്തെ വിമർശനം. ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കെ അതേ ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന ആരോപണം നേരിടുകയാണ് വി.ഡി. സതീശൻ. ഭാര്യാപിതാവിനെ ആശുപത്രിയിൽ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മോശം കാലാവസ്ഥയെ തുടർന്ന് ഒരു തവണ മുടങ്ങുകയും പിന്നെ വീണ്ടും കൊച്ചിയിലേക്ക് യാത്ര നടത്തുകയും ചെയ്തു. അങ്ങനെ വിവാദം കൂടുതൽ ശക്തമായി. ദുരന്ത നിവാരണത്തിനായി അടിയന്തര ആവശ്യങ്ങൾക്കായി സർക്കാർ ആവശ്യങ്ങൾക്കായി ഒക്കെ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് ആക്ഷേപം. അത് എത്രത്തോളം ന്യായീകരിക്കാനാകും എന്ന് ഇടതുപക്ഷം ചോദിക്കുന്നു. എന്നാൽ സർക്കാർ പക്ഷത്തിൻ്റെ വിശദീകരണം മറ്റൊന്നാണ്. കാലത്തിൻ്റെ ആവശ്യങ്ങൾ മാറിയെന്നവർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ സമയത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നവർ പറയുന്നു. ഇതിൽ അസ്വാഭാവികമായി ഒന്നും ഇല്ല എന്നാണ് കെ മുരളീധരൻ്റെ നിലപാട്. മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരനും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഒരു ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് മാത്രമല്ല, അത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണോ എന്നതാണ്. മുഖ്യമന്ത്രിയുടെ സമയം വിലപ്പെട്ടതാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ പൊതുപണവും പൊതു സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിന് ഒരു മാനദണ്ഡം വേണ്ടേ? ഈ യാത്ര നിയമപരമാണോ എന്ന ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഇത് പൊതുജനങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നതാണ് ചോദ്യം. വി.ഡി. സതീശൻ പ്രതിപക്ഷ കാലത്തെ ആ നിലപാടുകൾ മറന്നുപോയോ? മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഉപയോഗം കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ യൂട്യൂബിലും ഒപ്പം ടെലിഫോണിലും ചേരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിഷയം ഇതാണ്. 2018 ഒരു വലിയ വിവാദം ഉയർന്നു വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. 2017 അവസാനത്ത് ഡിസംബർ മാസത്തിലാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തിയത്. അത് തിപ്രയാറിൽ നടക്കുന്ന ഒരു പാർട്ടി പരിപാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടിയായിരുന്നു. ഓഖിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിവാദം അന്ന് പുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് 2023 മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഉപയോഗത്തെക്കുറിച്ച് ഏറ്റവും രൂക്ഷമായി വിമർശിച്ച ഒരാൾ വി.ഡി. സതീശനാണ്. ഇന്ന് ആ സാഹചര്യം മാറുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. കുഞ്ഞു മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ഈ ഹെലികോപ്റ്റർ യാത്രയെ എങ്ങനെ കാണുന്നു? നമസ്കാരം സാറേ. നമസ്കാരം. ഈ കാര്യം ചർച്ചക്കെടുത്ത് തങ്ങളെ ഞാൻ 100 വട്ടം അഭിനന്ദിക്കുക. കാരണം മറ്റേ വി.ഡി. സതീശനെ കുറിച്ച് കുറ്റം പറയുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുകയാണ്. കരുണാകരൻ മാത്രല്ല, ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിക്ക്. അതൊരാവശ്യത്തിനായിരുന്നു. അന്ന് പിണറായി ഉപയോഗിച്ചതും ഒരു ആവശ്യത്തിനായിരുന്നു. കാരണങ്ങളാണ് പറയുന്നത്. എല്ലാ കാര്യത്തിനും ന്യൂട്രൻ അടിച്ചിരിക്കുക. അവര് പറഞ്ഞത് തീർത്ത് വിഴുങ്ങുക. പിന്നെ ഇപ്പം മുരളീധരൻ വന്ന് പറയുക അങ്ങനെയാണെന്ന്. ഇത് കേരളം തീർത്ത് കണ്ടോണ്ടിരിക്കുക. പ്രവാസികളെ പെൻഷനില്ല, ആശാവർക്കർമാർ കൂട്ടിക്കൊടുത്ത മുഖായിലില്ല, പെണ്ണുങ്ങളെ 32 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞ് 1000 ഉറുപ്പ്യ മാസം കൊടുക്കാതെ ആയില്ല. എല്ലാം ബയ്യോട്ട് പോവുക. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ എടുത്ത് യാത്ര ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ശ്രീ കുഞ്ഞു മുഹമ്മദ്? തെറ്റുണ്ട്. അന്ന് പിണറായി വിജയൻ ആവശ്യത്തിനാ പോയി. പിണറായി വിജയന് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് പരമാവധി യാത്ര ഒഴിവാക്കാൻ മടിച്ച ഒരു മനുഷ്യനാ. ആവശ്യത്തിനാ പോയ പിണറായി വിജയൻ. അന്ന് വിമർശിച്ചാൽ അവര്
തേരാപ്പാര മണ്ടി നടക്കുന്ന ഹെലികോപ്റ്റർ എടുത്ത് പോയി എന്ന് പറഞ്ഞോടാ ഇപ്പൊ ഇവര്. എന്താ മിണ്ടാത്തേ? എന്താ മിണ്ടാത്തേ ഇപ്പൊ? വിടി സതീശന് കാറിൽ പോയിക്കൂടാ, ട്രെയിനിൽ പോയിക്കൂടാ, ഹെലികോപ്റ്ററിലാ വണ്ടിക്കോടു? പിടിച്ചു നിർത്തി ചോദിക്കുന്ന ആള് കേരളത്തിലെ ജനങ്ങൾ പിടിച്ചു നിർത്തും തെരുവില്, ഓരോ കാര്യം ചോദിക്കും. ശരി, ഇത്രയായിരിക്കും പറയാനുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ ഷിജു എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ. സുനിലുണ്ട്, പ്രമോദ് നാണുണ്ട്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഹൃദയങ്ങൾ ചുവന്നതും കാവിയും ഒക്കെ അയക്കുന്നുണ്ട്, ചുവന്ന പൂക്കൾ അയക്കുന്നുണ്ട്. ഒരിക്കൽ ഹെലികോപ്റ്ററിനെ വിമർശിച്ച സതീശൻ ഇത്ര വാക്കിന് വിലയില്ലാത്ത ആയിപ്പോയി എന്ന് പറയുന്നു. വിസ്മയം കാത്തിരിക്കുന്നവർക്ക് കിട്ടിയത് അതും പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, വളരെ മോശം എന്നാണ് സുനിലിൻ്റെ ആക്ഷേപം. ഗോപാലകൃഷ്ണ കേശവൻ പിള്ളൈ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, എനിക്ക് ഹായൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണ്, അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ശ്രീ ഗോപാലകൃഷ്ണൻ കേശവൻ പിള്ളൈ. അപ്പോൾ സത്യം, ധർമ്മം, നീതി, ദയ ഇതെല്ലാം ദൈവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയുന്നു എന്നോട് ഷിജു. ഓക്കെ, സുനിൽകുമാർ ഉണ്ട്, നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽ, ശ്രീ ജയൻ, ജയകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കിഷോർ കോന്നിയുണ്ട്. നമ്മുടെ MN മുരളീധരൻ നായർ നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ MN മുരളീധരൻ നായർ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വേണ്ടപ്പെട്ട ആളാണ്, കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ഉണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ പലതും പറയും, ഭരണപക്ഷത്ത് എത്തിയാൽ നേരെ തിരിയും എന്ന് പ്രമോദ് നാണു പറയുന്നു. ശ്രീ സൗമ്യ എന്നോടൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് ഈവനിങ് എന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട്. 1 വീക്ക് പീപ്പിൾ വിൽ ഫർഗെറ്റ് അബൌട്ട് ദ ഹെലികോപ്റ്റർ ഇൻസിഡൻറ്റ് എന്നാണ് സൗമ്യ പറയുന്നത്. വിസ്മയം, വിസ്മയം, സർവത്ര വിസ്മയം. സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തവരെ കാണാത്ത മിടുക്കനായ മുഖ്യൻ എന്ന് സുനിൽ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് മഞ്ചേരി. VD സതീശൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് കഴിയുമോ? നമസ്കാരം മനു സാറേ. നമസ്കാരം. പിന്നെ പിണറായി വിജയൻ ഭാര്യ വിട്ട് പോകാനല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. ഇവിടുത്തെ അവിടെയും ഇവിടെയും പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിന്റെ കക്കും കറളും പിന്നെ പതിരും പിന്നെ കിഡ്നിയും ഇതൊക്കെ ആശ്രയിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനുപയോഗിക്കാനും വേണ്ടിയാ. അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യ വിട്ടു പോകാനല്ല ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. ഹെലികോപ്റ്റർ ഇയാൾ ഉപയോഗിച്ച് വളരെയധികം തെറ്റാണ്. ഉപയോഗിക്കാതിന്റെ പൈസ ഈടാക്കണം. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു സമയത്ത് പിന്നെ പിണറായി പൈസ കൊടുത്തു ഈ ഹെലികോപ്റ്റർ ഒരു ആളെ ഇറക്കാനും കയറ്റാനും വേണ്ടി വന്ന IG കൂടി കാശ് വാങ്ങി. ഇയാളെ അടുത്തുനിന്ന് പൈസ വാങ്ങിയേക്കണം. ഇയാളൊരു സാധാരണ പൗരനാണോ? പിന്നെ കെ മുരളീധരൻ പറഞ്ഞു ആ ഹെലികോപ്റ്റർ അല്ലേ പോകല്ലേ. അതിന്റെ ഏറെ വലിയ പോക്ക അയാളുടെ അച്ഛൻ ഉണ്ടായിരുന്നു അന്ന് പോയിന്റ്. ദൂർത്താണത്, ദൂർത്ത് പാടില്ല എന്നുള്ള സാർ എൻ്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം വിജയകുമാർ ചേരുന്നുണ്ട് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, ഇത് സ്വാഭാവികമായി മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഈ ആധുനിക കാലത്ത് അതൊക്കെ സാധ്യമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ പാർട്ടിക്കകത്തുനിന്നും ചെറിയ വിമർശനങ്ങൾ ഇന്ന് VD സതീശൻ നേരിടുന്നുണ്ട്. പക്ഷേ അന്ന് ഇത് മുഖ്യമന്ത്രിക്ക് എതിരെ ഇത് പറയാൻ പാർട്ടിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറെ കൂടി ഒരു ജനകീയ മുഖം കോൺഗ്രസിനാണെന്ന് അവർ പറയുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ശ്രീ വിജയകുമാർ കാണുന്നത്? പിണറായി വിജയൻ പൊതുക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. VD സതീശൻ സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അതിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ മാറ്റി പറയുന്ന ഒരാളാണ് പിന്നെ VD സതീശൻ. അത് ഇത്രയേറെ പ്രാവശ്യം അന്ന് പറഞ്ഞൊന്നുമില്ല എന്ന് പറയുന്നത്. അന്ന് ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇലക്ഷന്റെ മുമ്പുള്ള പ്രസ്ഥാനം അതിനുശേഷമുള്ള പ്രസ്ഥാനമൊക്കെ. അപ്പോൾ പിണറായിയും പിന്നെ VD സതീശൻ താരതമ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. അതുപോലെ പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും അന്നാ ഇലക്ഷൻ കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഗ്രാഫ് പിന്നോക്കും, UDFന്റെ ഗ്രാഫ് പിന്നോക്കാണ്. ഇപ്പോൾ ഇലക്ഷൻ നടത്താൻ തീർച്ചയായും ഇലക്ഷൻ അധികം വേഗം നടക്കേണ്ടി വരും. 5 കൊല്ലമൊന്നും ഇവർ പൂർത്തിയാക്കില്ല. കാരണം വാക്കും പ്രവർത്തിയും ഇപ്പോൾ കാലാവസ്ഥ കെടുതി ഇതിനൊക്കെ അനുസരിച്ചുള്ള പ്രവർത്തനമൊന്നും കാര്യമായിട്ടുള്ള പ്രവർത്തനം എവിടെയും നടക്കുന്നില്ല. LDFന്റെ കാലത്തുള്ള പ്രവർത്തനം ഓരോ പ്രവർത്തനവും. സ്കറിയ ചെറുപുഴയിൽ നിന്ന് ചേരുന്നു. സ്കറിയ, ഇപ്പം 3 പേരായി സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയൻ എടുത്തതുപോലെയല്ല VD സതീശൻ ഹെലികോപ്റ്റർ എടുത്തതെന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. സ്കറിയയ്ക്ക് എന്താണ് അവരോടുള്ള മറുപടി? സ്കറിയ, കേൾക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ഈ പിണറായി സർക്കാർ ചെയ്തപ്പോൾ
50 വണ്ടിയും 500 പോലീസുകാരും ജനത്തിനെ മാറ്റി നിർത്തി ആശുപത്രി പോകേണ്ടവരെയും ആംബുലൻസ് വരെ വഴി തടഞ്ഞ് രാജകീയമായി പോയിക്കൊണ്ടിരുന്നു. ഹെലികോപ്റ്റർ മേടിച്ച ഒരു മാസം 80 ലക്ഷം രൂപ നമ്മുടെ നികുതി പണം ഇട്ടിട്ട് ഇത് ആ കമ്പനികൾക്ക് കൊടുത്തു. അതിനകത്ത് CPM കമ്മീഷൻ അടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അന്ന് അത് വാടകയ്ക്ക് എടുത്തിട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ VD സതീശനൊന്ന് അതുകൊണ്ട് പോയതും കൊണ്ട് അത് ചിലപ്പോൾ തുരുമുടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പോയതായിരിക്കും. ഈ 500 വണ്ടിയും 500 പോലീസുകാരെ കൊണ്ടൊന്നും VD സതീശൻ പോയില്ലല്ലോ. പിന്നെ രാജീവും പറഞ്ഞു ഡീസലിന്റെ ഒക്കെ ഇത് അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും ഡീസലുകളും അത്ര ഇത് ആൾക്കാരൊക്കെ കൊണ്ടൊന്നും പോകണ്ട. പിന്നെ ഇതിനകത്തൊരു ഉദാഹരണം പറഞ്ഞാൽ CPM ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിൽ ശ്രീ ഒപ്പിട്ടത് നമ്മുടെ പിണറായി സർക്കാരാണ്. അത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. മുൻ സർക്കാരുകളുടെ കാര്യങ്ങളെ വരുന്ന സർക്കാരുകൾ ഏത് സർക്കാരുകൾക്കാണെങ്കിലും അത് തുടർന്ന് പോകണം കുറെ കാര്യങ്ങൾ. അത് ആ വിഷയം മാറിയതുകൊണ്ടാണ്. ഏതായാലും അങ്ങ് പറഞ്ഞ നിലപാട് വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം മുരളീധരൻ കൂടി ചേരുന്നു വയനാട്ടിൽ നിന്ന്. ശ്രീ മുരളീധരൻ, ഈ ന്യായം ശ്രീ മുരളീധരൻ അംഗീകരിക്കുമോ? സാർ, ഇത് പിടിച്ചതിലും വലുത് മാളത്തിലുണ്ടെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇതിപ്പോ പിണറായി വിജയൻ അന്ന് ഉപയോഗിച്ചപ്പോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോ കുറ്റം പറഞ്ഞ അതേ VD സതീശനും കോൺഗ്രസുകാരുമാണ് ഇപ്പൊ VD സതീശനെ ന്യായീകരിക്കാനായിട്ട് മെനക്കെടുന്നത്. ഈ VD സതീശന്റെ ഭാര്യയുടെ അച്ഛൻ ഒരു ദേശീയ ദുരന്തമാണെങ്കിൽ ഇതിന് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഈ സാമ്പത്തികമായിട്ട് സംസ്ഥാനം ഇങ്ങനെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് നിൽക്കുന്ന അവസരത്തിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇതിലും ഭേദം പിണറായി എന്ന് പറയേണ്ടി വരും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സതീഷിനെ നന്നായി അറിയാം. ഇനി അഥവാ കോൺഗ്രസ് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സുഖസൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയാണെന്നാണ് നമ്മുടെ സന്തോഷ് പരിപ്പായി ഈ വിഷയത്തിൽ പറയുന്നത്. അണ്ടിൽ 2005 ഓൺലി വെൻ VD സതീശൻ നൗ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ ദ ഡിഫറൻസ് ഈസ് വിസിബിൾ എന്നാണ് ഷിജു എന്നോട് തമാശ അല്ലെങ്കിൽ പരിഹാസിച്ചുകൊണ്ട് പറയുന്നത്. പങ്കജാക്ഷൻ നായർ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹം വന്നിട്ടുണ്ട്. എനിക്കെപ്പോഴും ചുവന്ന പൂക്കളുമായി വരുന്ന പങ്കജാക്ഷൻ നായറും നമുക്കൊപ്പം ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. മുഖ്യമന്ത്രിമാർ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് തെറ്റില്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക്. പക്ഷേ പിണറായി വിമർശിച്ച് സതീശൻ പേഴ്സണൽ ആവശ്യത്തിന് പോലും ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ ആവുന്നില്ല. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാൻറ് ഭരണപക്ഷത്തിരിക്കുന്ന കാലം വരെയുള്ള ട്രൗസറായി മാറും എന്ന പരിഹാസം അത് ശ്രീമതി സെബീന, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്, അപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. വളരെ തമാശ ഹാസ്യരൂപേണയാണെങ്കിലും ഒരു പ്രസക്തമായ കാര്യം പറയണം. ആധുനിക കാലം തുടങ്ങിയത് 2026 ഓഗസ്റ്റിലാണോ എന്ന് എന്നോട് ശ്രീ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സതീശൻ ഹെലികോപ്റ്റർ, എയറോപ്ലെയിനോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതിനെയെല്ലാം വിമർശിക്കുന്നത്? ഭരണത്തിൽ വരുമ്പോൾ അതെല്ലാം പിന്തുടരുന്നു എന്ന് പറയുന്നു. സതീശൻ ഷാർ ഷുഡ് ഹാവ് യൂസ്ഡ് വൺ എലിഫൻറ്റ് ഫോർ വിസിറ്റിംഗ് ഫ്ലഡഡ് ഏരിയാസ് ലൈക്ക് ഇന്ദിരാഗാന്ധി എന്ന് ഷിജു പരിഹസിക്കുന്നു. സുനിൽ പറയുന്നത് പിണറായി പണം കൊണ്ടുപോകാൻ ഉപയോഗിച്ചതാണ് എന്ന് ആക്ഷേപിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീ MN മുരളീധരൻ നായരും ഒക്കെ കമൻറ്റുകൾ ഇടുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പലതും പറയും, ഭരണത്തിലെത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ മറക്കും. പക്ഷേ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾ മറന്ന് പലതും ചെയ്യും. അത് കണ്ട് നിങ്ങൾ ഇതാകണ്ട എന്ന് പിന്നെ പ്രസാദ് KV എന്നോട് ഇതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഒരു പരിഹാസാർത്ഥത്തിലുള്ള ഒരു കമൻറ്റാണ്. 1 week പീപ്പിൾ വിൽ ഫൊർഗെറ്റ് ഹെലികോപ്റ്റർ ഇൻസിഡൻറ്റ്. പിണറായി എന്ന് ശ്രീമതി സൗമ്യ പറയുന്നു. പിണറായി വിജയൻ സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ പൊതുവേദി കാശിക്ക് പോയിരുന്നോ എന്നാണ് തമാശ രൂപേണ ചോദിക്കുകയാണ്. അന്നും ഞങ്ങൾ ഈ വിഷയം എടുത്തു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, സന്തോഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ സന്തോഷ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ശ്രീ സന്തോഷിനെ കണ്ടപ്പോൾ നമ്മുടെ മറ്റു 2 സന്തോഷുമാരുണ്ട് കാസർഗോഡിൽ. അവർ കോഴിക്കോടിൽ സന്തോഷം 3-4 സന്തോഷമുണ്ട് നമുക്ക്. ഒരു വയനാട്ടിൽ നിന്ന് ഒരു സന്തോഷമുണ്ട്, അവരൊന്നും ഇപ്പോൾ കാണുന്നില്ല. കോഴിക്കോടിലെ സന്തോഷം ഇടയ്ക്കൊക്കെ വിളിച്ചിരുന്നു, പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും കോഴിക്കോട് നിന്നൊരു സന്തോഷം. കോഴിക്കോടിൽ മഴയൊക്കെ തീർന്നു സന്തോഷേ? കോഴിക്കോട് മഴ ഇന്ന് ഇപ്പൊ രാവിലെ മുതൽ ലേശം കൂടെ കുറവാണ് സാർ. കുറവാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ രാത്രിയൊക്കെ നല്ല മഴയാണ്. ഇന്ന് നേരം വെളുത്ത് കുറച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം കൂടെ കുറവാണ്. അപ്പോൾ ഇത് ഈ ഹെലികോപ്റ്റർ വിവാദത്തെ പറ്റി സന്തോഷം എന്താ പറയുന്നത്? സാറേ, ഈ ഹെലികോപ്റ്റർ വിവാദം എന്നുണ്ടെങ്കിൽ വെച്ചാൽ ഈ ഹെലികോപ്റ്റർ എടുത്തത് എന്തിനായി എന്നുള്ള ഇപ്പൊ VD സതീശന് മനസ്സിലായില്ലേ അല്ലേ? അന്ന് VD സതീശനൊക്കെ എന്തൊക്കെ വർത്തമാനം പറഞ്ഞ ആളാണ്. പക്ഷെ ഞാൻ ഒന്നിനോട് പറയല്ലോ സാറേ, ഇപ്പത്തെ ഇവരെ ഈ ഭരണം കൂടി കയറിയതിന് ശേഷം അങ്ങോട്ട് മൊത്തത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ രാഷ്ട്രീയം ഒന്നും പറയില്ല, ഒരു അബദ്ധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ പറ്റ മോശമാണ്.
എത്ര ആളുകളുണ്ടെന്നറിയോ പല രീതിയിൽ. ഇന്നിപ്പോ നേരത്തെ കുറെ ആളുകൾ പറഞ്ഞല്ലോ ഓരോ സംഭവങ്ങൾ. ഒരു സംഗതി ഈ ലൈഫിന്റെ ഒക്കെ പരിപാടിയിലേക്ക് ഒരു 10 ഉറുപ്പിക ഇതുവരെ ഒരു പഞ്ചായത്തിലേക്ക് ഇവര് കൊടുക്കില്ലേ? എത്ര ആളുകളുണ്ടറിയോ സൺഷേഡ് വാർത്തിട്ടും മെയിൻ സ്ലേവിന്റെ ഐറ്റായിട്ടും തറ കെട്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ. അപ്പൊ ഈ ഷാജി പറഞ്ഞ മാതിരി തന്നെ ചെയ്യാണോന്നാണ് ചോദിക്കുന്നത്. അയാൾ കയറിയുമ്പോഴേക്ക് തന്നെ പറഞ്ഞതാ ലൈഫ് മിഷൻ പരിപാടി നിർത്തുന്നുണ്ട്. ഞാൻ അതിലൊരാളാണ്, അതുകൊണ്ട് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് അതൊന്ന് വാർത്തിട്ട് കഴിഞ്ഞാൽ സാറേ എങ്ങനെയും അതിന്റെ ഉള്ളിൽ കയറി കിടക്കാൻ ചോദിച്ചിരിക്കുക. പൈസ മുടങ്ങിയിരിക്കുകയാണോ? 1,60,000 ഉറുപ്പിക സൺഷേഡ് വാർത്ത പൈസ കിട്ടിയാണ്. എനിക്ക് ആ പൈസ കിട്ടിയ എനിക്കിവിടെ മെയിൻ സ്ലേവ് വർക്കാം. ഞാൻ പഞ്ചായത്തിലും വിഒനും മറ്റേ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ട് ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് തരണമെങ്കിൽ ഫണ്ട് ചെല്ലണ്ടേ? ഞാൻ ഇത് വേറെ ഒന്നും പറയല്ല. എന്താ വെച്ചാല് കെ.എം. ഷാജി അന്ന് പറഞ്ഞു മന്ത്രി അതേമാതിരി തന്നെ അയാളോട് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്താ പറയാ, അയാള് അർഹത ഇല്ലാത്തവന് കൊടുക്കണ്ട, അർഹത ഉള്ളവർക്ക് ഇവര് കൊടുക്കട്ടെ. ഇമ്പളൊക്കെ ഇത് പ്രതീക്ഷിച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയിട്ടാണ് ഇത്രയും പണിയെടുത്തിട്ട് കുത്തിരിക്കുന്നത്. സത്യം പറയാം, അത്രയും ഡേഞ്ചർ അവസ്ഥയില്ല. എന്താ വെച്ചാൽ ഇമ്പളൊക്കെ തന്നെ എങ്ങനെയെങ്കിലും അതൊന്ന് വെള്ളം പുറത്തേക്ക് കിട്ടി അതിന്റെ ഉള്ളിൽ പോയി കയറി കിടക്കാൻ വെച്ചിട്ടാണ് ഈ ഒരു പ്രതീക്ഷയിലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവര് ഇത് നിർത്തുകയാണെങ്കിൽ ഇവര് ഇതിനെ നല്ലോണം പഠിച്ചിട്ട് എന്താണ് അവസ്ഥ നോക്കിയിട്ട് ചെയ്യാൻ പറയാം. അല്ലാണ്ട് ഈ ഒരു ഇത് ഞാൻ ഈ ഹെലികോപ്റ്ററിന്റെയാണ് സാറ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് പറയാൻ കാര്യമായിട്ട് ഈ ഒരു സംഭവമുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തിട്ട്. അല്ല, അത് കുഴപ്പമില്ല. അത് അങ്ങയുടെ വാക്കുകളിലും അതിന്റെ ശബ്ദം ആണ്. അല്ല, ഞാൻ കാര്യം പറയാം സാറേ. എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ ഏറ്റവും വലുത് ഒരു ഇരിക്കേക്കൂരിയാണ്. ഞാൻ 12 കൊല്ലമായിട്ട് വാടക താമസിക്കുന്ന ഒരാളാണ്. സത്യം പറയാം, ഞാനൊരു ഹാർട്ട് പേഷ്യന്റും കൂടെയാണ്. ഞാൻ എൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് 2 സ്റ്റെട്ടൊക്കെ ശരീരത്തിൽ കിടക്കുന്ന ഒരാളാണ്. ഇത്രയും ഇവരോട് പറഞ്ഞിട്ട് ഇവര് പഞ്ചായത്തിൽ 15-ാം തീയതി 20-ാം തീയതി തന്നെ കളിച്ച് ഒരു മാസം കഴിഞ്ഞ് ഇപ്പൊ അടുത്ത മാസം 2-ാം തീയതി. അപ്പൊ ഞാൻ സത്യം പറയാം, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതെന്താ പറയുക, ഇതിന്റെ മുന്നേക്ക് എന്താ വെച്ചാല് ഈ ഇവിടെയുള്ള ഓരോ പ്രശ്നത്തിനും ഈ കഴിഞ്ഞ ഗവൺമെന്റിനെ ഈ ഞാൻ കുറ്റം പറയല്ല, ഈ മൊത്തം ചാനലുകാരും തേജോധം ചെയ്തതാ. ഞാൻ കണ്ടുകൊടുക്കണ പല ചാനലിലും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പത്തെ ഈ UDF-ന്റെ ഈ ഭരണം 2 മാസം പറ്റ ക്ഷീണാണ്. പറ്റ ക്ഷീണം എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഏതായാലും വീട് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട്. വീടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു അപ്രൂട്ടഡായ ഒരു മനുഷ്യൻ്റെ, നിലനിൽപ്പില്ലാത്തൊരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഒരു നല്ലൊരു ചെറുതെങ്കിലും ഒരു വീട്, നല്ല അടച്ചുറപ്പൊക്കെ ഉള്ളൊരു വീട് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ ഇത് സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് അവർ കൂടി മനസ്സിലാക്കട്ടെ. ഏതായാലും വിഷയത്തിൽ നിന്ന് മാറിയെങ്കിലും ഒരുപക്ഷെ ഇതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. പണ്ട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കാര്യം ഇപ്പോൾ VD സതീശൻ്റെ അടുത്ത് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാര്യം സ്വകാര്യ കാര്യത്തിന് പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രീ ഷാജി, നമ്മുടെ പൊതുവേദിയുടെ പ്രേക്ഷകനാണ്, എന്നോട് പറയുന്നു. അപ്പോൾ എന്നോട് ഷിജു ചോദിക്കുന്നത്, ഞാൻ ധർമ്മേന്ദ്ര സ്റ്റൈൽ ഹെയർ കട്ട് ഏത് വർഷമായിരുന്നു? അത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഇൻസ്റ്റയിലൊരു ചിത്രം വെച്ചു. പക്ഷെ അത് ധർമ്മേന്ദ്രയല്ല. ഞാൻ പണ്ടൊരു ചിത്രം, ധർമ്മേന്ദ്ര മരിച്ചൊരു സമയത്ത് ഒരു ചിത്രം ഇട്ടിരുന്നു. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 96-ലോ 97-ലൊക്കെയാണ്. അപ്പോൾ ഞാൻ ധർമ്മേന്ദ്ര പോലെ മുടി വെട്ടാൻ പോയതും അങ്ങനെ മുടി വെട്ടി അന്ന് എങ്ങനെയാണ് മുടി വെട്ടിയപ്പോൾ ഉണ്ടായിരുന്നതെന്നൊക്കെ കാണിച്ചുകൊണ്ടൊരു ചിത്രം ഇട്ടിരുന്നത്. ഒരു പക്ഷേ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 1997-ലോ 98-ലോ ഒക്കെയാണ്. അതായത് 98-ലോ ആ സമയത്ത്, 98, 99 ആ സമയത്താണ്. ഡേറ്റ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അപ്പോൾ ബസ്സിൽ ലിഫ്റ്റ് പിടിച്ച ആളുകൾ ആ ബസ് മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ് എന്ന് സുനിൽ പരിഹസിക്കുന്നു. അപ്പോൾ എന്നോട് ഈ കാര്യത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയുടെ ബുദ്ധിപരമായ മറുപടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. അടുത്ത പ്രാവശ്യം കോൺഗ്രസിനും വോട്ട് കൊടുക്കേണ്ട എന്നാണ് മുരളി പറയുന്നത്. അപ്പോൾ ഈ സന്തോഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ പ്രേക്ഷകർ എടുക്കുന്നു. അവർ പറയുന്നു, സന്തോഷ് ചേട്ടൻ്റെ വാക്കുകൾ ചെവിയുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ യാത്രക്കാർ കേൾക്കട്ടെ എന്ന് പറയുന്നു. ഒരു ദിവസം എത്ര U-ടേണാണ് സതീഷിന് അടിക്കുന്നതെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പരിഹാസം. പിണറായി വിജയൻ ഹെലികോപ്റ്റർ കൊടുത്തത് അമ്മായച്ചനെ കാണാനല്ല പോയത് എന്ന് സന്തോഷ് പരിപ്പായി പറയുന്നു. CM used taxpayers money for personal purpose. Trip was wasted due to bad weather and return to Trivandrum എന്ന് ശ്രീമതി സൗമ്യ പറയുന്നത്. തിരുവനന്തപുരത്തേക്ക് മടങ്ങി വന്നെങ്കിലും വീണ്ടും എനിക്ക് പോയി. അപ്പോൾ ഷിജു പിന്നെ എന്നോട് ചോദിക്കുക, വാസ് ഇറ്റ് ഡ്യൂറിങ് യുവർ കോളേജ് ഡേയ്സ് ഇൻ JNU എന്നാണ്. യെസ്, അത് ഞാൻ നിൽക്കുന്ന സ്ഥലം JNUവിൻ്റെ അകത്തുള്ള സ്ഥലമാണ്. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പോയി മുടി വെട്ടിയത്. അപ്പോൾ അത് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ഷിജു ഇത് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു പടമാണ്. അപ്പോൾ
ഷാജി പറയുന്നത് ഞാൻ സുന്ദരനായി എന്നാണ്. അത് ശരി. അപ്പം ഞാൻ നേരത്തെ സുന്ദരനല്ലായിരുന്നു എന്നാണ് ഷാജി ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്നോട് അപ്പോൾ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരം പറയുന്നത് ഹെലികോപ്റ്റർ നമസ്കാരം എന്നൊക്കെയാണ് പറയുന്നത്. ബിനോയ്, നിങ്ങൾ ആകെ പെട്ടിരിക്കുക കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് ഹെലികോപ്റ്റർ നമസ്കാരം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ന്യായീകരണം? ന്യായീകരിക്കാനൊന്നുമില്ല. VIP ആകുമ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയതിൽ ഒരു കുഴപ്പവുമില്ല. കാരണം അദ്ദേഹം ഒരു അടിയന്തര അവസ്ഥ സമയത്ത് മീൻസ് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് മരണപ്പെട്ടതറിഞ്ഞ് പോയിട്ട് അവിടുത്തെ കാലാവസ്ഥ പ്രശ്നം കാരണം തിരിച്ചിറങ്ങുകയും ചെയ്തു. പിന്നെ ഇതൊരു വലിയ ഒരു കാര്യമൊന്നുമല്ല. മുഖ്യമന്ത്രിമാർക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് പ്രതിമാസം 80 ലക്ഷം രൂപ കൊടുത്ത് 25 മണിക്കൂർ യാത്ര ചെയ്യുവാൻ എടുത്തിട്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം 40 മിനിറ്റാണ് അങ്ങോട്ട് പോകുമ്പോൾ, ഇങ്ങോട്ട് പോകുമ്പോൾ 40 മിനിറ്റ്. അപ്പൊ 1.5 മണിക്കൂർ സത്യം പറഞ്ഞാൽ ആവുന്നില്ല. ഇത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പ്രതിമാസം 80 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ വെറുതെ അല്ല, ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം 2017 ഡിസംബറിൽ, ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, 2017 ഡിസംബറിൽ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഈ ഹെലികോപ്റ്ററിലാണ് തിരിച്ചു വന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ് ആ ഫണ്ടല്ല, അതിന് വാടക കൊടുത്തു. ആ വാടക കൊടുത്ത ഫണ്ട് ഹോക്കി ഫണ്ടിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തത്. അത് SDRFന്റെ ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തത്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് അദ്ദേഹം വന്നത് ഹോക്കിയെ സംബന്ധിച്ചുള്ള അടിയന്തര ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു. 2017 ഡിസംബർ 26 കാര്യമാണെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം അന്ന് ഡിസംബർ 26 കാര്യം. അവിടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്നു. ആ സംസ്ഥാന സമ്മേളനത്തിന് മുഖ്യമന്ത്രി വേറെ എങ്ങനെയെങ്കിലും പോയിട്ട് വന്നാൽ പോരെ? അങ്ങനെ ആ മുഖ്യമന്ത്രി അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു അനാവശ്യമായിട്ട്. പക്ഷെ അതൊന്നും ഒരു വിഷയമോ ചർച്ചയോ ആയിട്ട് കോൺഗ്രസ് എടുക്കുന്നില്ല. മുഖ്യമന്ത്രി ആകുമ്പോൾ അങ്ങനെ പോകണം. 3.5 കോടി ജനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയാണ്, അവർക്ക് സമയക്കുറവാണ്. അപ്പൊ ഭവനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ പോയതിനോട് ഇതൊരു ഇത് ഭയങ്കരമായി ഇതിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ 2023 ഒരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു പേപ്പർ കട്ടിങ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ പറയുന്ന 80 ലക്ഷം രൂപ ചെലവാക്കി ഇങ്ങനെ വാടകയ്ക്ക് എടുത്തതിനെ രൂക്ഷമായി വിമർശിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഇത് 80 ലക്ഷം രൂപ ഇങ്ങനെ 25 മണിക്കൂറിന് എടുത്തത് ശരിയായ നടപടിയല്ല എന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, അത് ഉന്നയിച്ചിട്ടും 10 വർഷവും അദ്ദേഹം അത് ഉപയോഗിച്ചല്ലോ. അതായത് നമ്മളിപ്പോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, 46 കോടി രൂപ അതിനുവേണ്ടി നമ്മളുടെ ഖജനാവിൽ നിന്ന് ഞാനും താങ്കളും ഒക്കെ നികുതി കൊടുക്കുന്നത് 46 കോടിയോ 48 കോടി രൂപ അതിന് 46 കോടി രൂപ അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് ഇപ്പൊ വരുമ്പോ ഞങ്ങൾ 2 മാസമായുള്ളത് അതിനെക്കുറിച്ചൊന്നും 46.36 കോടി രൂപ ചെലവാക്കി എന്നത് അത് വാസ്തവമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതിൽ അവർ പറയുന്നത് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ യാത്ര ചെയ്യാൻ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നത് വാസ്തവമാണ്. പക്ഷേ ഇവിടെ അന്ന് അതിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചാൽ ഇപ്പോഴും ആ ഹെലികോപ്റ്റർ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഇത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് രൂക്ഷമായി വികസനത്തിനെയോ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ നടക്കുന്നതിനെയോ വിമർശിച്ചിട്ടില്ല. അനാവശ്യ യാത്രകൾ അതിൽ പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അന്ന് സാമ്പത്തികമായി ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് 80 ലക്ഷം രൂപയ്ക്ക് എടുത്ത് പ്രതിമാസം 80 ലക്ഷം രൂപയും മണിക്കൂറിന് 90,000 രൂപയും കൊടുക്കുമ്പോൾ അത് അന്നത്തെ പ്രതിപക്ഷം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പാടില്ല, ഹെലികോപ്റ്റർ അനാവശ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആവശ്യമാണ്. പ്രത്യേകിച്ച് VVIPകൾ നമ്മളുടെ നാട്ടിൽ നമ്മളെ മുഖ്യമന്ത്രി ഞാൻ VIP-യാ. ഈ VIP-ക്ക് സമയക്കുറവുള്ളത് കൊണ്ട് അദ്ദേഹം കാറിലും ട്രെയിനിലോ, ഞാൻ തന്നെ മനുവിനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അദ്ദേഹം കൂടുതലും യാത്ര ചെയ്യുന്നത് ട്രെയിനിലാണ്. വന്ദേ ഭാരതിൽ അതേണക്കുള്ള ട്രെയിനുകളിലാണ്. എവിടെ പോയാലും ട്രെയിനുകളിലാണ് പോകുന്നത്. അവിടെ KTDC വണ്ടി എത്തിച്ചു കൊടുക്കത്തതേ ഉള്ളൂ. അപ്പൊ അത്രത്തോളം ലാഭം വെക്കുന്ന ആളെ, ചെലവ് കുറയ്ക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇന്നലെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഭാര്യ പിതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അടിയന്തരമായി പോയി. അവിടെ ഇറങ്ങാൻ പറ്റിയില്ല.
തിരിച്ചു വന്നു. ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥ നമ്മൾ നോക്കണം. സ്വന്തം വീട്ടിലെ ഒരു മരണത്തിന് പോലും കൃത്യമായി പങ്കെടുക്കാതെ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ചിലപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് വരും. അത് വലിയ ചർച്ചയാക്കാൻ നോക്കണ്ട. പിണറായി വിജയൻ 46 കോടി സംതിങ് ചെലവാക്കിയപ്പോൾ ഇവിടെ ആർക്കും ചർച്ചയില്ല. പിന്നെ ഉറപ്പിച്ചൊരു കാര്യം ഞാൻ വീണ്ടും പറയുക മനു, കോൺഗ്രസ് ഇതിനെ ഒന്നും എതിർത്തിട്ടില്ല. കോൺഗ്രസ് ഇന്ത്യയിൽ ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നത് ശരി. ഞാൻ ബിനോയ് പറഞ്ഞതിൽ കുറച്ച് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭാര്യ പിതാവ് സുഖമില്ലാതെ ആളെ കാണാൻ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മരണം എന്ന് ഒരു ഘട്ടത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് അങ്ങേക്ക് തെറ്റുപറ്റി. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഞാനത് തിരയായിരുന്നു. 2023 ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ലേഖനം അത് ഇതപ്പോൾ കിട്ടി എനിക്ക്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ VD Sadishan has criticized the Chief Minister Pinarayi Vijayan, accusing him of spending 80 lakhs per month on helicopter rentals, where the state is grappling with severe financial challenges. Sadishan also claimed that the LDF government is struggling to meet day-to-day ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. ഇത് 2023 സ്റ്റേറ്റ് ഇതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ആ വാർത്ത, അതിൻ്റെ സോഴ്സ് നോക്കൂ. ഇൻ എ സ്റ്റേറ്റ്മെന്റ് റിലീസ്ഡ് ഓൺ തേഴ്സ്ഡേ, സതീശൻ, അപ്പോൾ ഇന്ത്യൻ അന്ന് ഇറങ്ങിയൊരു വാർത്താക്കുറിപ്പാണ്. സതീശൻ said that while there are restrictions on issuing checks exceeding 5 lakhs from the treasury, the government is spending rupees 80 lakhs on helicopter rentals for a total of 20 hours flight time. The Chief Minister consistently emphasized the need for austerity among his ministers and officials. If this commitment is genuine, he should refrain from renting helicopters. And rather than accusing others, the CM should consider the expense. And his remarks about thus questioning this distribution of Onam kits എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ ഇറക്കിയ വാർത്താക്കുറിപ്പ്. ഇത് ഞാനിപ്പോൾ സാന്ദർഭികമായി ഇങ്ങനെ എനിക്ക് ഏതാണ്ട് ആ കാലഘട്ട ഓർമ്മകളോട് അടിച്ചു നോക്കിയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ലേഖനമാണ്. അപ്പോൾ അന്ന് 80 ലക്ഷം രൂപയ്ക്ക് ഇത് വാടകയ്ക്ക് എടുത്തതിനെ വിമർശിക്കുന്നു. 20 മണിക്കൂറാണ് ഇതിൻ്റെ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നതിനെ വിമർശിക്കുന്നു. അങ്ങനെ സർക്കാരിൻ്റെ ദൂർത്ത് ധനവ്യയം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കാര്യമാണിത് എന്ന കാര്യത്തിൽ ബിനോയ് തർക്കമില്ല. അപ്പൊ ഇപ്പൊ ഇത് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന ബിനോയും മാറി ഇപ്പൊ ഹെലികോപ്റ്റർ ഉപയോഗിക്കാമെന്നായി. അല്ല അവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവ്, ബഹുമാനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിലാണോ ആ ഇന്ത്യൻ എക്സ്പ്രസിന് ലേഖനം കൊടുത്തത്? അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിലാണോ ലേഖനം? അല്ല, അത് മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയാണ് ഇന്ത്യൻ എക്സ്പ്രസ് കോട്ട് ചെയ്യുന്നത് 2023. അങ്ങനെ ഒരു പ്രസ്താവന അല്ലല്ല. താങ്കൾ ഒരു കാര്യം ബിനോയ്ക്ക് ഇത് ഞാൻ എവിടുന്ന് എടുത്ത് ഒളിപ്പിച്ച എന്റെ കയ്യിലുള്ള രഹസ്യരേഖയൊന്നുമല്ല. അങ്ങേക്കിത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ 2023 സെപ്റ്റംബർ 1 അവരുടെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്ത് വായിച്ചതാണ്. അത് ഞാനത് ഇനി ഓർക്കുന്നു, ഞാനത് വായിച്ചേ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് തെരഞ്ഞു പോയത്. 2023 സെപ്റ്റംബർ 1 ഇത് എടുത്ത്. അപ്പോൾ ഒരു പ്രസ്താവന ഓൺലൈൻ സൈറ്റിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പറയാത്ത കാര്യം. അത് മാത്രമല്ല, അന്ന് VD സതീശൻ പറയാൻ ഉദ്ദേശിച്ച വേറെയും കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ട്. അത് ഈ ഓണം കിറ്റുകളെ പറ്റിയുണ്ട്. അല്ല, പ്ലീസ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല മനുവേ, ഞാനിപ്പോഴും പറയുന്നു, താങ്കൾ ഈ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഈ പ്രിന്റഡ് മീഡിയ വരുന്നത് എല്ലാം സത്യമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങയോടൊന്നും പറയാനില്ല. കാരണം എനിക്ക് ചോദ്യമേ ഉള്ളൂ. ഇതൊരു പത്രം നടത്തുന്ന ഒരു ആക്ഷേപമല്ല. അല്ലല്ല, ഇത് അത് ബിനോയ് ഞാൻ സമ്മതിക്കും. കാരണം ഇതിലെ ഈ പത്രം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി കുറേ കൂടെ കൃത്യം. ഇൻവെർട്ടഡ് കോട്ട്സിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ ചില ഭാഗങ്ങൾ അത് എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്നെടുത്ത്, അതായത് നിങ്ങൾ കൊടുത്ത പ്രസ്താവനയിൽ നിന്നെടുത്ത് അതേപോലെ അടിക്കുമ്പോഴാണ് ഇൻവെർട്ടഡ് കോട്ട്സിലിട്ട് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടഡ് കോട്ട്സിലിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ലെന്ന് പറയരുത്. ഈ ഹെലികോപ്റ്ററിൻ്റെ കഥയൊക്കെ ആകെ ജനം അറിയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ്. ഇത് 80 ലക്ഷം രൂപയാണ് വാടകയെന്നും ഇതിന് 20 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം എന്നും ഇത് അതിൽ കൂടുതൽ പറക്കുമ്പോൾ 90,000 രൂപ കൊടുക്കണമെന്നും ഇതെല്ലാം ഈ നാട് അറിയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാ. അല്ലാതെ ഇത് ആര് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടാ? ഇതൊരു പത്രം എക്സ്ക്ലൂസീവായി ബ്രേക്ക് ചെയ്തൊരു വാർത്തയേ അല്ല. ഇത് നിങ്ങളാണിത് പറഞ്ഞത്. ഞങ്ങളാണ്, അദ്ദേഹമാണ് പറയുന്നതെങ്കിൽ മനുവേ, അദ്ദേഹമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ
പ്രസ് റിലീസ് കൊടുക്കും. അദ്ദേഹമാണ് പറയുന്നതെങ്കിൽ പ്രസ് റിലീസ് കൊടുക്കും. പിന്നെ പത്രക്കാരോ മാധ്യമക്കാരോ ചോദിക്കും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര ചെലവ് കൂടുതലല്ലേ എന്ന് ചോദിക്കുമ്പോ അത് ചെലവ് കൂടുതലാ, അതൊക്കെ ഒന്ന് ചുരുക്കാം എന്ന് പറയും. നേതാവിന്റെ ലെറ്റർ പേഡിലുണ്ടോ? ഇൻവെർട്ടഡ് കോഡ്സിൽ കൊടുത്തിരിക്കുന്നത് ചീഫ് മിനിസ്റ്റർ കൺസിസ്റ്റന്റ്ലി എംഫസൈസ് ദ നീഡ്. വി.ഡി. സതീശൻ പറഞ്ഞ വാക്ക് അതേപോലെ എടുത്ത് കൊടുക്കുമ്പോഴാണ് ഈ എക്സ്പ്രസും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ അതിനെ ഇൻവെർട്ടഡ് കോഡ്സിൽ ഇടുക. അപ്പോൾ ദ ചീഫ് മിനിസ്റ്റർ കൺസിസ്റ്റന്റ്ലി എംഫസൈസ് ദ നീഡ് ഫോർ ഓസ്റ്റിറ്റ് മുണ്ട് മുറുക്കി കൊടുത്ത് കടുത്ത നടപടികൾ സാമ്പത്തിക പ്രതിസന്ധി കയറകയറാൻ വേണ്ടി വേണം എന്ന് ചീഫ് മിനിസ്റ്റർ പറയുന്ന ഘട്ടത്തിലാണ് മന്ത്രിമാരും അവരുടെ ഓഫീസും പറയുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിക്കുന്നു. ആൻഡ് ഇഫ് ദിസ് കമ്മിറ്റ്മെന്റ് ഇസ് ജെനുവിൻ he should refrain from renting helicopters എന്ന് വി.ഡി. സതീശൻ റിമാർക്ക്. വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ് ഇൻവെർട്ടഡ് കോമാസിൽ ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയാത്തൊരു കാര്യം അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത് അടിക്കുമെന്ന് ഞാൻ ഏതായാലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് അടിയന്തരമായി ഈ സാധനം ഇതിന്ന് പിൻവലിപ്പിക്കാൻ അവരോട് പറയണം. കാരണം ഇത് 2003 തൊട്ട് 3 വർഷമായി ഇങ്ങനെ കിടക്കുകയാണ്. വി.ഡി. സതീശൻ പറയാത്തൊരു വാർത്ത. ഞാൻ ഇപ്പൊ എന്റെ കയ്യിൽ ആ പ്രസ്താവന 3 വർഷം മുമ്പ് ഇറക്കിയത്. ഹലോ മനുവേ, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മറ്റുള്ളവർ സംസാരിക്കാനുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരിക്കൽ പോലും വി.ഡി. സതീശന്റെ ലെറ്റർ, ബഹുമാനായ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കാതെ ഒരു ന്യൂസ് കൊടുത്താൽ അതിന് ഉത്തരവാദി കോൺഗ്രസുമല്ല അന്നത്തെ പ്രതിപക്ഷ നേതാവുമല്ല എന്ന് വീണ്ടും മാധ്യമ പ്രവർത്തകനായ താങ്കളോട് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ചിലപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുണ്ട്, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ വി.ഡി. സതീശൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രസ് റിലീസ് അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ കൊടുക്കുമെന്നാണ് എനിക്ക് ഒരു രാഷ്ട്രീയ മര്യാദയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത്. താങ്കള് വിശ്വാസത്തിൽ എടുക്കണ്ട. പത്രക്കാര് പറയുന്നതെല്ലാം താങ്കൾ വിശ്വാസത്തിൽ എടുക്കണ്ട. അങ്ങനെ താങ്കൾ ദേശാഭിമാനി വായിച്ചാലേ, അതുപോലെ താങ്കൾ ദേശാഭിമാനിയും ജനയുഗവും മറ്റു പത്രങ്ങളും ഒക്കെ വായിച്ചാലേ താങ്കൾ പറയും അതെല്ലാം ശരിയാണെന്ന്. അത് തെറ്റാണ്, ഒരിക്കലും അല്ല. അതിന്റെ അപ്പുറവും മാത്രമാണ് താങ്കൾ സംസാരിക്കുന്നത്. സോറി. ശരി, അപ്പൊ എനിക്ക് അങ്ങ് പറയാനുള്ള അങ്ങ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ സന്തോഷ് പരിപ്പായി എന്നോടൊപ്പം ചേർന്നിട്ട്. മനു, നിങ്ങൾ രണ്ടുപേർക്കും മാത്രമാണ് പൊതുവേദി എന്ന് പോലെയായി എന്നാണ്. അല്ല, ഇതൊരു സംവാദമല്ലേ സന്തോഷ് പരിപ്പായി, ഇതെന്താ? അപ്പോൾ അതിലൊരു ഇത് വരണ്ടേ? അപ്പോൾ പിന്നെ ഇന്നത്തെ വിഷയത്തിൽ വിളിക്കുന്ന പ്രതിപക്ഷക്കാർക്ക് താങ്കൾ നന്നായിട്ട് ഇന്ധനം പകർന്നു കൊടുക്കുന്നുണ്ട് എന്ന് ജയകുമാർ എന്നോട് പറയുന്നു. അപ്പോൾ ഞാൻ ഇത്രകാലം CPM വിരുദ്ധനാണെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ ബിനോയ് ദൈവമേ മൂർക്കമ്പാവിനെയാണല്ലോ ചവിട്ടിയതെന്ന് സലീം കുമാർ പറഞ്ഞ പോലെ എന്ന് രാധാകൃഷ്ണൻ കാരാട്ടുപറമ്പ് എന്നോട്. ശരി, ബിനോയ് നടത്തിയത് നിരുത്തരമായ വസ്തുതാവിരുദ്ധമായ ന്യായീകരണങ്ങളാണെന്ന് സദാശിവൻ നായർ പറയുന്നു. ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പിണറായിയെ ഹെലികോപ്റ്റർ വിഷയത്തിൽ വിമർശിച്ച കാര്യം കൂടി ഓർക്കണം. ഒരു കാര്യം ആ കാര്യം സോഷ്യൽ മീഡിയയിൽ കിട്ടും എന്ന് എന്നോട് കൃഷ്ണൻകുട്ടി പറയുന്നു. ബിനോയ് ഈയിടെ ക്യാപ്സ്യൂൾ വിഴുങ്ങിയതുപോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നു. സുനിലെ എല്ലാ നേതാക്കളെയും വിമർശിക്കാറുണ്ട്. സംഘിയായാലും കൊങ്ങിയായാലും ഏത് വലിയ കമ്മിയായാലും വിമർശിക്കും. അതാണ് ശശിധരൻ വയലാർ എന്ന് ശശിധരൻ വയലാർ പറയുന്നു. മൊൻസാക്ക് AK എന്നോട് അപ്പം ചേർന്നിട്ടുണ്ട്. ബിനോയ് കൊല്ലത്തിൻ്റെ കാറ്റ് പോയി എന്നൊക്കെ ഒരു. ഓക്കെ, ശരി. 1 കോടി ബസ് എവിടെയെന്ന് വേറെ ചിലർ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്ന് പ്രവീൺ ആവശ്യപ്പെടുന്നതുകൊണ്ട് ഒരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്.
വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന എന്നോടൊപ്പം സലീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഇത് നമ്മുടെ പാണക്കാടുള്ള സലീമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സലീം, നമസ്കാരം. നമസ്കാരം. എന്താണ് സലീം, ഈ നമ്മൾ വി.ഡി. സതീശൻ ഹെലികോപ്റ്റർ യാത്ര നടത്തിയതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ ഇനി കാലം മാറുകയാണല്ലോ, അതിവേഗം യാത്ര ചെയ്യണം. മുഖ്യമന്ത്രിക്ക് ഒരു ഹെലികോപ്റ്റർ എടുത്ത് അദ്ദേഹം യാത്ര ചെയ്തത് ഇനി പഴയതൊക്കെ മറന്ന് നമുക്ക് ഇനി അത് അനുവദിക്കാം എന്ന നിലപാട് സ്വീകരിക്കാറായോ? ഭരണം സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതൊക്കെ ശരിയാണ്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ചാർട്ടർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് ശീലിച്ച ഒരാളോട് എന്ത് പറയാനാ? അതുപോലെ അനുഭവിക്കട്ടെ. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, ഈ മുന്നണി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരും അനുഭവിക്കട്ടെ. പൊതുവിപണി, ഗവൺമെന്റ് ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC എല്ലാ പൊതുജനങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. വോട്ട് ചെയ്തവർ അനുഭവിക്കട്ടെ. ഗവൺമെന്റ് ചെയ്യുന്ന നന്മകൾ നോക്കിയല്ല ജനം വോട്ട് ചെയ്യുന്നതെന്ന് നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട് അദ്ദേഹത്തിന് അറിയാം. ശരി, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ പ്രതികരണം ഓക്കെ. അപ്പോൾ ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരം. ശ്രീ ചന്ദ്രൻ നായർ, ചുരുങ്ങിയ വാക്കുകൾ സമയം. സാർ പറഞ്ഞോട്ടെ സാർ. പറഞ്ഞോളൂ. സ്വകാര്യ ആവശ്യത്തിന് പോയത് തെറ്റാണ് സാർ. അതെന്താ വെച്ചാല് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാവുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. സാറേ, 1-2 നിയമനങ്ങളൊക്കെ നടത്തി അത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ടി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ചെലവ് വഹിക്കുകയാണെങ്കിൽ പ്രശ്നം തീർന്നു സാർ. ജനങ്ങളുടെ നികുതി പൈസ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇതെനിക്ക് പറയാനുള്ളൂ സാർ. ശരി, വ്യക്തമാണ്. ഷാജി കൊല്ലം. ശ്രീ ഷാജി, നമസ്കാരം. നമസ്കാരം മാനുഭായ്. അല്ലേ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, സത്യത്തില് നമ്മൾ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം, UDF അധികാരത്തിൽ വന്നതിന് ശേഷം വി.ഡി. സതീശന്റെ ഓരോ പ്രസ്താവനകളൊക്കെ കാണുമ്പോഴേ ഈ ഛർദിച്ചത് ഭക്ഷിക്കുന്ന ഒരു പ്രകൃതമല്ലേ കണ്ടുവരുന്നത്? സത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഏറ്റവും മിനിമം ഭാഷയിൽ സഭ്യതയുടെ അതിരിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ അത് കണക്ക് തന്നെ ഈ എന്റെ നാട്ടുകാരനായ ബിനോയ്, ഈ സുഹൃത്ത് പറഞ്ഞ എന്തോ ഒരു ന്യായീകരണം. അദ്ദേഹം പറയൂ, അദ്ദേഹത്തിന്റെ അത് ആവേശം അല്ലെങ്കിൽ പറഞ്ഞു പോയതായിരിക്കും, അയാൾ ഒരു നാക്കുപിഴയായിരിക്കാം. ഭാര്യ പിതാവ് മരിച്ചുപോയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിവിന്റെ അതറിഞ്ഞത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് കരുതിയിട്ടുണ്ടാവും. അത് പോട്ടെ. അത് പറഞ്ഞെന്തോട്ട് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബന്ധുവിന്റെ മരിച്ചിട്ട് പോലും കാണാൻ പറ്റാതെ പരിശ്രമിക്കുമ്പോൾ അത്രയും കഷ്ടപ്പെടുമ്പോൾ, പക്ഷേ അന്നേരം മറ്റൊരു കാര്യമുണ്ട്. ലീഗ് നേതാവിന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയി അദ്ദേഹം. ഈ ദിവസങ്ങളിലായി ഇതെല്ലാം നടക്കുന്നത്. ഇതിനു മുമ്പ് ഈ കേരളത്തില് ഇതിനൊക്കെ വലിയ പ്രളയം ഉണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി, ആളപായം എല്ലാം ഉണ്ടായി. എങ്ങനെയായിരുന്നു കേരളത്തിലെ ഒരു ഗവൺമെന്റ് ലീഡ് ചെയ്തത്? എങ്ങനെയാണ് മോണിറ്റർ ചെയ്തത്? നമ്മുടെ ചൂരന്മല അനുഭവം ഇവിടെ കിടക്കുകയാണ്. അതിന്റെ അതിന്റെ ഓഫീസറെ ഒക്കെ മാറ്റി. അത് സർക്കാർ മാറി വന്നപ്പോഴത്തേക്ക് വളരെ അന്ന് 178 വീടങ്ങാണ്ട് ഹാൻഡ് ഓവർ ചെയ്ത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഒന്നും തന്നെ ഇഴഞ്ഞു നീങ്ങുന്നെന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഏത് ഭാഗമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ജനങ്ങളുടെ അടുത്തത് കൂടുതൽ? ഏത് വകുപ്പാണ് അടുത്തത്? നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താണ് ഇത്രയും മഴ? ഏറ്റവും കൂടുതൽ ഗൾഫിനെ പോലെ ചൂട് അനുഭവിക്കുമ്പോൾ പോലും നമ്മൾ പവർ കട്ട് അനുഭവിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും ഇപ്പൊ ഭക്ഷണത്തിന്റെയൊക്കെ പ്രശ്നങ്ങൾ, ആശുപത്രിയിൽ ചുമ്മാ എന്തെല്ലാം നിസാര ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ. അന്ന് എന്തെല്ലാം ബഹളമായിരുന്നു. അതിന് ചില ആളുകൾ മരിച്ചു. അത് അശ്രദ്ധ കൊണ്ടോ എങ്ങനെയോ മരിച്ചു. അവർക്കൊക്കെ കോമ്പൻസേഷൻ കൊടുത്തു, മന്ത്രിസഭ തീരുമാനിച്ചു. അതിനുശേഷം എത്ര പേര് മരിച്ചു? പിന്നെ ആർക്കൊക്കെ കൊടുത്തു? ഇപ്പൊ മിണ്ടുന്നുണ്ടോ? ഈ വിടുമായത്തം അല്ലാതെ വേറെ വല്ലതും നടക്കുന്നുണ്ടോ?
ഇതുമായിട്ട് KSRTC ഒരു പരുവത്തിലാക്കി. എന്നിട്ട് സ്ത്രീ സുരക്ഷ പെൻഷൻ ഉണ്ടായിരുന്നു, 3600 കോടി രൂപ വാർഷികമായിട്ടുള്ള ചെലവ് വരുന്നത്, 3600 3200 എന്നും കണ്ടായിരുന്നു തോന്നുന്നു പറഞ്ഞത്. അത് ഇല്ലാതാക്കിയിട്ട് KSRTC ഒരു പരുവത്തിലാക്കി. അതോടൊപ്പം അതിന് സമാന്തരമായിട്ട് പ്രൈവറ്റ് ബസ് മേഖല അത് സ്തംഭിച്ചു, ഒരു പരുവമായി. നമ്മൾ പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്ന സങ്കടം വരും. മറ്റേ തൂങ്ങി നിന്ന ആളുകൾ പോകുന്ന പ്രൈവറ്റ് ബസ്സാണ് നമ്മുടെ റോഡിലൂടെ ഒക്കെ. ഇപ്പം വളരെ ലാവിഷായിട്ടാണ് പോകുന്നത്, എപ്പോഴും വേണമെങ്കിലും സീറ്റുണ്ട്, ഏത് പീക്ക് ടൈമിലും. എന്താണ് അവർ കാണിക്കുന്നത്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വിടുവായത്തോ അല്ലാതെ ഇവിടെ വല്ലതും നടക്കുന്നുണ്ട്. ഇത് കണക്ക് കുറെ ആളുകൾ വന്ന് ന്യായീകരിക്കുന്നു. പിന്നെ വേറൊരു സുഹൃത്ത്, ഒരു സക്കറിയ എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നതായിട്ട് 500 പോലീസ് 50 വണ്ടി. എവിടെയാണ് 500? സക്കറിയുടെ തൊടുപുഴയിലെങ്ങനെ വന്നോ പിണറായി വിജയൻ 50 വണ്ടിയും 500 പോലീസ് ചുമ്മാ വന്നിരുന്നോണ്ട് വിടുവായത്തം പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ശീലമാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ കഷ്ടമാണ്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ എല്ലാം അറിഞ്ഞങ്ങോട്ട് കൊടുക്കുകയാണ് ജനങ്ങൾക്ക്, അനുഭവിച്ചോട്ടെ എന്നേ പറയാൻ പറ്റൂ. ശരി, ഓക്കെ. എന്നോടൊപ്പം നമ്മുടെ കൃഷ്ണൻകുട്ടിയും കൂടി മണിമലയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, അന്ന് നിങ്ങളും ഹെലികോപ്റ്റർ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ VD സതീശൻ ഉപയോഗിക്കുമ്പോൾ കുറ്റം പറയാനുള്ള അധികാരം എങ്ങനെയാണ് LDFന് വരുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാനിതെല്ലാം കേട്ടും കണ്ടും ഇരിക്കുകയായിരുന്നേ. ഈ ഹെലികോപ്റ്റർ വിഷയം പൊങ്ങി വന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, 2017. 18 വിവാദമായത് 17 ഡിസംബർ 26 മറ്റാണ് ആദ്യം. അന്ന് ഈ വിഷയം പൊങ്ങി വന്നപ്പോ മാധ്യമങ്ങളൊക്കെയും പിണറായിയുടെ മെക്കിട്ട് കയറി. പിണറായിക്കൊപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ന്യൂസ് 18 ഉണ്ടായിരുന്നില്ല. അതെന്തോ വലിയ അപരാധമാണെന്നുള്ള നിലയിലായിരുന്നു അന്നത്തെ ചർച്ചകളൊക്കെ പോയത്. എന്നാൽ പിണറായി വിജയൻ അന്ന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ, അതിൽ പിണറായി വിജയൻ ഇത്രയും വർഷം കൊണ്ടാകെ എത്ര പ്രാവശ്യം പോയി? വളരെ ചുരുക്കം. അത് നമുക്കറിയാം. അതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു മാസം, എന്തെങ്കിലും ആവട്ടെ. ഈ ഇത്രയും വർഷത്തിൽ എത്ര പ്രാവശ്യം പിണറായി വിജയൻ പോയെന്ന് ശ്രീ മനുവിന്റെ ഈ കണക്കുണ്ടോ? ഇല്ലല്ലോ. വളരെ വിരലിലെണ്ണാൻ പ്രാവശ്യമല്ലേ പോയുള്ളൂ. അത് ഉപയോഗിക്കുകയൊക്കെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എന്തുമാത്രം ജീവൻ രക്ഷിച്ചു. ആ സമയത്തൊക്കെ ഹെലികോപ്റ്റർ എടുത്ത് നന്നായി എന്ന് പറഞ്ഞ് നിങ്ങളൊരു ചർച്ച നടത്തിയോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ മാധ്യമങ്ങളുടെ ഹെലികോപ്റ്റർ നല്ല കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മളത് അവയവദാനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച കാര്യമൊക്കെ ഞാൻ കൊടുത്തു, ഞാൻ നന്നായി അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ഹെലികോപ്റ്റർ എടുത്തത് നിങ്ങൾ എപ്പോഴെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ശ്രീ ബിനോയ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തുമാത്രം തെറ്റുകൾ കടന്നുകൂടി. താങ്കളത് വെറുതെ മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അല്ലല്ല, ഞാനത് പറയാവുന്നതല്ല. ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് പറഞ്ഞില്ലല്ലോ. എനിക്ക് അറിയാത്ത പറയാം. അത് തന്നെ ഞാൻ പറയുന്നത് ഈ മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവായാലും അവരുടെ പറയുന്ന കാര്യങ്ങൾ പത്രത്തിൽ വരുന്നത് അവരെല്ലാം പത്ര ഓഫീസിൽ കൊണ്ട് എഴുതി കൊടുത്തിട്ടാണോ വരുന്നത്? അല്ലല്ലോ. അവര് പത്രസമ്മേളനം നടത്തുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം അതുപോലെ അടിച്ചു വരുന്നില്ലേ? അല്ല, ഇത് ഒരു പ്രസ്താവനയായിട്ട് എഴുതി കൊടുക്കും. അല്ലാതെ പത്ര ഓഫീസിൽ കൊണ്ട് എഴുതി കൊടുത്ത കാര്യങ്ങൾ മാത്രമല്ലല്ലോ വരുന്നത്. അതുപോലെ തന്നെ നിയമസഭയില് ശ്രീ രമേശ് ചെന്നിത്തല ഇതിനെ കർശനമായി വിമർശിച്ച കാര്യം ഉണ്ടല്ലോ. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അത് ശ്രീ ബിനോയ് അറിഞ്ഞിട്ടില്ലേ? ഇല്ലേ? കാരണം ഇപ്പൊ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അന്ന് പറഞ്ഞതെല്ലാം അതുപോലെ വിഴുങ്ങിയിട്ട് മൊത്തം യൂട്ടേൺ അടിക്കുന്നു. ഇതുപോലെ പത്രങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. 1000 കോടി രൂപ കടമെടുത്താൽ അതും പത്രത്തിൽ വലിയ പത്രമുത്തശ്ശിയുടെ മുൻപതിൽ അടിച്ചു വരുമായിരുന്നു. ഇപ്പൊ ഇതുവരെ ആയിട്ട് 17,000 കോടിയായിട്ട് കടമെടുത്തു കഴിഞ്ഞു. 1% കടമെടുക്കാനുള്ള പരിധി കൂട്ടണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഏതെങ്കിലും മലയാളം പത്രത്തിൽ അടിച്ചു വന്നോ? ഏതെങ്കിലും മലയാളം ചാനൽ വിളിച്ചു പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ കടമെടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇന്നലെ ഈ ഇത്രയും പ്രളയം സംഭവിച്ച് ജനങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്ത് ഈ സമയത്ത് തന്നെ വേണമായിരുന്നോ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്ന് മാത്രമല്ല, അത് ആ സമയത്ത് വിരുന്നുണ്ണാൻ പോയതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരികയല്ലേ. അതേ സമയത്ത് ഇതേ കാര്യമായിരുന്നു പിണറായി വിജയനായിരുന്നു ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? വലിച്ചു കയറുന്നില്ലായിരുന്നോ? അല്ല, ഇപ്പൊ പറഞ്ഞത് എപ്പോഴും നമ്മൾ അതേ കാര്യം തന്നെയല്ലേ പറയുന്നത്. ഇതേ കാര്യം പിണറായി വിജയൻ ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ധാർമ്മികത അല്ലല്ല, പൊതുജീവിതത്തിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കോൺഗ്രസുകാർക്ക് ഒട്ടും വേണ്ടെന്നും
കമ്മ്യൂണിസ്റ്റുകാർക്ക് 100% ആയിരിക്കണമെന്നാണല്ലോ നമ്മുടെ മാമാ ചാനലുടെ ഒരു തിയറി, അല്ലേ? അതല്ലേ സംഭവിക്കുന്നത്. പിണറായി വിജയൻ പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലൊക്കെ അത് സൂക്ഷ്മദർശിനിയിൽ കൂടെ നോക്കും. എല്ലാം ഒരേ ദർശനത്തിലൂടെ തന്നെ നോക്കുന്നത്. നിങ്ങളെ കുറ്റം പറയുമ്പോൾ അപ്സെറ്റ് ആവുന്നത് മാത്രമേ അവരെയും ഞങ്ങള് ഇന്ന് നമ്മൾ ആ വിഷയം നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ. പക്ഷേ കുറ്റം പറയുന്നതിന് ബെഞ്ച് മാർക്ക് ഒന്നായിരിക്കണം. ഓരോരുത്തർക്കും ഓരോ ബെഞ്ച് മാർക്ക് വെച്ച് നിങ്ങൾ കുറ്റം പറയരുത്. ഈ ഹെലികോപ്റ്റർ വിഷയം തന്നെ അതാണ് കാണിക്കുന്നത്. ഇന്നിപ്പോ ഈ പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഭക്ഷണം എത്തില്ല എന്ന് പറഞ്ഞ് പല ചാനലുകളും ആൾക്കാർ പറയുന്നു. അതിന്റെ കൂടെ തന്നെ ആൾക്കാർ പറയുന്നു പിണറായി വിജയന്റെ ഭരണം എത്രയോ നല്ലതായിരുന്നു ഈ ഒറ്റ ദിവസം കൊണ്ട് ജനം പറഞ്ഞു തുടങ്ങി. പല ചാനലിലും ആ ക്യാമ്പിലിരിക്കുന്ന പലരും പറയുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏജൻസികളൊന്നും ഇറങ്ങിയതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങളും കാണിച്ചിട്ടില്ല. ഞാൻ പല ചാനലും കണ്ടു. ഇവരൊക്കെ എവിടെ പോയിരിക്കുക? ഇതൊക്കെയായിരുന്നോ പിണറായി ഭരിക്കുന്ന സമയത്ത് ഉണ്ടായ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്? സർക്കാരിന്റെ മെഷീനറി മൊത്തം രംഗത്തുണ്ടായിരുന്നു. അതുപോലെ സന്നദ്ധ സംഘടനകൾ മൊത്തം ഉണ്ടായിരുന്നു. ഏറ്റവും മുന്നിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ ഒക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ മറ്റുള്ളവരൊക്കെ എവിടെ പോയി? ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സർക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ ഒറ്റ കൊല്ലം കൊണ്ട് കേരളം നരകമായി തീരും. നരകം. അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമാണ്. അപ്പോൾ ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള വേണം. പ്രവീൺ ഇങ്ങനെ ഇടവേള എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഹമാരെ അൽമാരമേ പൈസ നെഹി ഹേ എന്നൊക്കെ നമ്മുടെ ശശിധരൻ പിള്ള അയക്കുന്നുണ്ട്. ഒരു കാര്യം ജനത്തിന് മനസ്സിലായി, അധികാരം കിട്ടിയാൽ എല്ലാവർക്കും കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടും എന്നാണ് സുനിൽ പറയുന്നത്. മോൻസാക്ക് എന്നോട് പറയുന്നത് ഒരു കാലത്ത് ഇതൊക്കെ ആവശ്യമാണ്, പറ്റുമെങ്കിൽ സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ വാങ്ങുന്നതാണ് നല്ലത്. 50 കോടി കൊടുത്താൽ നമുക്കൊരു ഹെലികോപ്റ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോൻസാക്ക് 50 കോടിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തുകയല്ലേ നമ്മുടെ, എനിക്കറിയില്ല. അപ്പോൾ എന്താണ് ശ്രീ റഷീദ് കൊയിലാണ്ടിക്ക് പറയാനുള്ളത് നോക്കാം. ശ്രീ റഷീദ് കൊയിലാണ്ടി, നിങ്ങൾ ഈ ഹെലികോപ്റ്റർ യാത്രയെ ന്യായീകരിക്കുമോ? നമ്മുടെ കുഞ്ഞാമ്മദ് മഞ്ചേരി പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് ഞാൻ ന്യൂസ് 18 അഭിനന്ദിക്കുക. കാരണം എന്താന്ന് വെച്ചാല് ഈ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് നമ്മൾ വിഷയത്തെക്കുറിച്ച് പഠിച്ച ശേഷം സംസാരിക്കണം എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. അതായത് മുഖ്യമന്ത്രിയുടെ വിലപ്പെട്ട സമയം, അത് 1 മിനിറ്റ് പോലും വിലപ്പെട്ടതാണ് എന്ന് നമുക്കൊക്കെ അറിയാലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 3-4 ദിവസമായി കേരളത്തിൽ പേമാരിയാണ്. റോഡുകളൊക്കെ കുളമാണ്, ആറാണ്, പുഴയാണ് എന്ന രൂപത്തിലാണുള്ളത്. യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഹെലികോപ്റ്റർ ചിതലരിച്ച് കിടക്കുകയാണ്. പിണറായി വിജയൻ ഇതിന് വാടകയ്ക്ക് എടുത്തിട്ട് കാലങ്ങളായി. അതിന്റെ അവധി കഴിയാനും ഇനി 2 മാസങ്ങൾ ഉണ്ട്. അപ്പൊ അത് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ, അതായത് മുഖ്യമന്ത്രി റോഡിലൂടെ എളുപ്പത്തിൽ സഞ്ചരിച്ച് ഔദ്യോഗിക കൃത്യം നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ എവിടെയാണ് തെറ്റ്? അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടി കൊച്ചിയിലുണ്ട്. അദ്ദേഹം ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടി പോയതാണ്. കൊച്ചിയിൽ പരിപാടി കഴിഞ്ഞപ്പോൾ കാർ മാർഗം അദ്ദേഹത്തെ അമ്മായിയപ്പനെ കാണാൻ പോയി. ഹെലികോപ്റ്ററിലല്ലേ പോയത്. അദ്ദേഹം കാർ മാർഗം പറഞ്ഞ അമ്മായി അപ്പനെ കാണാൻ പോയി. തിരിച്ചും കാർ മാർഗം നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. എവിടെയാണ് ഈ അമ്മായിയപ്പനെ കാണാൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്? വെറുതെ ആവശ്യമില്ലാത്ത നുണകൾ പ്രചരിപ്പിച്ച്, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാവും? ജനങ്ങൾ മനസ്സിലാക്കുന്നു, ജനങ്ങൾക്കറിയാലോ, ജനങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ, അവർ കാര്യങ്ങൾ നോക്കി പഠിക്കുന്നവരെ. എല്ലാ കാലത്തും ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കാം എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ, വ്യാമോഹിക്കുന്നുണ്ടോ? നമ്മൾ സത്യത്തെ മനസ്സിലാക്കി സത്യം എന്താണെന്നറിഞ്ഞ് ജനങ്ങളോട് സംവദിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതല്ലാതെ അസത്യങ്ങൾ നമുക്കറിയാലോ, ഒരു നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ബസ് ഇറക്കിയതും അതിൽ ഹമാം ഉണ്ടാക്കിയതും ബാത്റൂം ഉണ്ടാക്കിയതും ലിഫ്റ്റ് ഉണ്ടാക്കിയതും സ്കൂളുകളിലൊക്കെ
മതിൽ പൊളിച്ചൊക്കെ അതിലേക്ക് കയറിയതും ഒക്കെ അതിലല്ലേ ദൂർത്ത് ജനങ്ങളെ ആദ്യം പ്രതിഷേധിക്കുന്നവരെ ചെടിച്ചട്ടി വീഴ്ത്തും ഇതെല്ലാം രക്ഷാപ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം ചെയ്തു വെച്ച ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് നേരാവണ്ണം ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇത്തരം ചില സംഗതികൾ സന്നിഗ്ധ ഘട്ടത്തിൽ ആവശ്യമാണ്. അത് ആ ഹെലികോപ്റ്റർ അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് കൊച്ചിയിൽ പോകാൻ നമുക്കറിയാലോ ഏത് വഴിയിലൂടെ വേണ്ട. ഇപ്പം മധ്യ കേരളത്തിലൊക്കെ നിറച്ച് വെള്ളമാണ്. റോഡ് ഏതാണ്, തോട് ഏതാണ്, പുഴ ഏതാണ്, ആറ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് നിങ്ങൾ പറ. ഈ വിമർശിക്കുന്ന ആളുകൾ പറയണം. ശരി, അപ്പൊ അങ്ങ് പറഞ്ഞത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ ശ്രീ തങ്കച്ചനോട് ചോദിക്കുകയാണ്. കോട്ടയം ശ്രീ തങ്കച്ചൻ ഈ ന്യായം അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അംഗീകരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സാറേ പറയാൻ കാരണം ഇവിടുത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ സാറ് മനസ്സിലാക്കുമെന്ന് പറയാം. മോഹൻലാലിനെ വെച്ച് 11 ലക്ഷം രൂപ മുടക്കി അവരൊരു പരിപാടി വെച്ചു. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? നിങ്ങളെ ചാനലിന് വേണ്ടിയായിരുന്നോ? ആ ചാനലിന്റെ പ്രശസ്തിക്ക് വേണ്ടിയാണോ? അല്ല, ഇതെല്ലാം നമ്മളെപ്പോലുള്ള നികുതിപ്പണം എടുത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നത് പിണറായി വിജയൻ പോയത്, എന്റെ അറിവ് ശരിയാണ്, ഞാൻ മാധ്യമങ്ങൾ വായിച്ച അറിവ് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി കോൺഗ്രസ് സമ്മേളനം നടത്തുന്നിടത്തേക്കാണ് പോയത് എന്നാണ് എന്റെ ഒരു അറിവ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന പാർട്ടിക്കാരാണ് ഇവിടെ. കാരണം വെച്ചാൽ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് തിരക്കുണ്ട്. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പോകേണ്ടത് ശരിയാണ്. ഇപ്പോൾ നമുക്കൊരു മുസ്ലിം ലീഗിന്റെ ഒരാളിന്റെ പരിപാടിക്ക് പോയി, കുട്ടിയുടെ പരിപാടിക്ക് പോയി ഒരു വിവാദം ഉണ്ടാക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ പരിപാടിക്ക് പോയതല്ല. കാരണം ഒരു LDF ഒരു MLA ഉള്ള പരിപാടിയിൽ വന്നില്ല, തീർച്ചയായിട്ടും പറയും അദ്ദേഹം മനഃപൂർവ്വം വന്നില്ല എന്ന്. ഇത്തരം പരിപാടികൾ നടത്തുന്ന LDF-കാരൊക്കെ അല്ലേ ഇതിനൊക്കെ പകർന്നു നടത്തുന്നത്? നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ LDF-ന്റെ കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഒരു ബസ് മേടിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. എത്ര കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതിപ്പണം പോയത്. ഇതൊക്കെ എത്രയോ സ്കൂളുകളുടെ മതിലിടിച്ച് ചേർത്തു, എത്രയോ അല്ലാത്ത സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങ് നേരത്തെ അത് പ്രതിപാദിച്ച കാര്യമായതുകൊണ്ട്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ കാര്യം. അപ്പോൾ പിണറായിയുടെ റോഡിൽ കൂടി പോകണമെങ്കിൽ ഹെലികോപ്റ്ററോ ബോട്ടോ തന്നെ വേണം എന്ന് ജയകുമാറിൻ്റെ പരിഹാസം. അപ്പോൾ ഈ എന്നോടൊപ്പം ശ്രീ സന്തോഷ് കുമാർ ഉണ്ട്, അദ്ദേഹം അമ്പാടി ഉണ്ട്. പശുക്കൂടിന് ലക്ഷങ്ങൾ പൊടിച്ച കാര്യമോ എന്ന് പിന്നെ നമ്മുടെ അമ്പാടി എന്നോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു ചിലരും കൂടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി റോയ് കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു, സന്തോഷം അരുന്ധതിയെ കണ്ടതിൽ. ഷാജി ഭാസ്കർ ഉണ്ട്, റഷീദ് കൊയിലാണ്ടി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നു ഹെലികോപ്റ്റർ ചിരുതലായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിഫ് ഹൗസിൽ എന്തെങ്കിലും നടക്കുമ്പോൾ പിണറായി നടത്തിയാൽ മോടി പിടിപ്പിക്കൽ, സതീശൻ നടത്തിയാൽ അറ്റകുറ്റപ്പണി. അതൊരു പരിഹാസം അങ്ങനെയുണ്ട് കേട്ടോ. പിണറായി ചെയ്തപ്പോൾ നമ്മൾ മോടി പിടിപ്പിക്കൽ എന്ന് കൊടുത്തു, സതീശൻ ചെയ്തപ്പോൾ അറ്റകുറ്റപ്പണി എന്ന് കൊടുത്തു എന്നൊക്കെ പരിഹാസമുണ്ട്. ഓക്കെ, ഏതായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ പോകുന്നു. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകണം എന്ന് എന്നോട് ശ്രീമതി സെബീന പറയുകയും ചെയ്യുന്നു. ചന്ദ്രൻ പാലക്കാട് എന്ന് വിളിക്കുന്നു. ശ്രീ ചന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ മനുവിനോട് പ്രതിഷേധം അറിയിക്കട്ടെ. കാരണം ഒരുപാട് സമയം ആ കൊല്ലത്തു നിന്നുള്ള ബിനോയിനോട് വെറുതെ തർക്കിച്ച് സമയം കളഞ്ഞു ബിനു. കാരണം അദ്ദേഹം ഇനിയിപ്പോ സതീശൻ ഇത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ പോലും ബിനോയ് അത് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊന്നാമത്തെ കാര്യം. ഞാനത് നമ്മളത് ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേട്ടാലല്ലേ നമുക്ക് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ആ വിഷയത്തിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ അങ്ങയുടെ പരാതി ഞാൻ മനസ്സിലാക്കി. ഓക്കെ. പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു കാലം മറുപടി കൊടുക്കും എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടോ? അത് ഓരോന്നായി കൊടുത്തോണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇപ്പൊ ഈ സതീശൻ സാറിനെ പറ്റി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് എല്ലാത്തിനും ഒരു യൂട്ടേൺ എടുക്കുന്നതാണ്. അത് ചിലപ്പോൾ ഈ ഹെലികോപ്റ്ററിന് മനസ്സിലായത് കൊണ്ടായിരിക്കും ഹെലികോപ്റ്റർ പോലും യൂട്ടേൺ എടുത്തിട്ട് പോകേണ്ടി വന്നു. അത് രണ്ടാമത്തെ വിഷയം. ഇനി ഒരു 2 ദിവസം മനു നമ്മളൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. അതിന് തക്കതായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു വിശ്വസിക്കാവുന്ന ഒരു കഥ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കും. നിങ്ങൾ അത് കേട്ട് കേരളം അത് കേട്ട് മിണ്ടാതിരിക്കും. അത് ശരിയാണെന്ന് നമ്മൾ ഏറ്റു പറയും. പിന്നെ നമുക്കറിയാം ഈ ഹെലികോപ്റ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അവിടുത്തെ ഒരു മഹത്തായ അവയവദാനത്തിനാണെന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ യാത്ര ചെയ്യുന്നേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു മഹനീയമായ കാര്യത്തിനാണ് അത് ഉപയോഗിച്ചത്. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നിട്ടും എനിക്ക് 1-2 തവണ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു അങ്ങനെയല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത്? അങ്ങനെയല്ലേ? അതാണ് എനിക്ക് മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, എല്ലാവരും ഈ അവർ ആ ബസ്സിനെ പറ്റി പറയുന്നത് കേട്ടു, ലിഫ്റ്റിനെ പറ്റിയിട്ടുള്ളത്. അത് എവിടെയും ഇതിലൊന്നല്ല വെച്ചിരിക്കുന്നത്. അത് ബാംഗ്ലൂർക്ക് യാത്ര ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനു ഒരാളോടും അതങ്ങനെ കറക്റ്റ് ചെയ്യുന്നതായി കണ്ടില്ല.
അതിലും എന്റെ പ്രതിഷേധം അറിയിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഞാൻ ഇതിനു വേണ്ടി പറയുകയല്ല, പക്ഷെ വളരെ അല്ല എല്ലാം ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല, ചിലതൊക്കെ അങ്ങേ പോലുള്ളവർക്കും കറക്റ്റ് ചെയ്യാം. ഇത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ. അത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് വളരെ ലാഭകരമായ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോഴും അതിനെ എതിർത്ത് സംസാരിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു വിഷമം അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഇതിനെ പറ്റി പറയാനില്ല. 2 ദിവസം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും വളരെ കൃത്യമാണ്. അപ്പോൾ ശ്രീധരൻ നമ്പ്യാർ എന്നൊരു പ്രേക്ഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഇട്ടതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ പൊതുവേദിയിൽ ഞങ്ങൾ പാലിക്കുന്ന ഒരു പൊതു നയമുണ്ട്. ഇത് ധാരാളം കമൻറ്റുകൾ, ഇതിൽ നൂറുകണക്കിന് കമൻറ്റുകൾ വരുന്നുണ്ട്. എന്ത് പറയുമ്പോഴും ഞങ്ങളത് സഭ്യമായ ഭാഷയിലാണ് ശ്രീധരൻ നായർ പറയാറുള്ളത്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം യഥാർത്ഥത്തിൽ അത് കേൾക്കേണ്ട ആൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കണം. ഇത് ശൗചാലയ ചുമരല്ല, ഇത് പൊതുവേദിയിൽ ഞങ്ങളങ്ങനെ ആ രീതി പിന്തുടരാറില്ല. അങ്ങയെ ഇവിടെ ഒറ്റപ്പെടുത്തും ആളുകൾ, അതാണ് അതിലെ കാര്യം. ഇവിടെ ആരും അങ്ങേക്ക് മറുപടി തരികയോ അങ്ങേക്ക് പ്രതികരിക്കുകയോ ചെയ്യില്ല. അങ്ങ് ഇതിൽ ഭാഗഭാക്കാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഭ്യമായ ഭാഷ ഉപയോഗിക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിഷയം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദമാക്കണമെന്ന് ചോദിച്ചപ്പോൾ 33% ആളുകൾ അത് ആക്കണമെന്ന നിലപാടാണ്. പക്ഷേ 67% ഇതൊരു വലിയ കുഴപ്പമില്ലാത്ത കാര്യം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് യൂട്യൂബിലെ പ്രേക്ഷകരുടെ ഒരു നിലപാട്. ഏതായാലും മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു വിശദീകരണം നൽകേണ്ടത്. യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു, സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു, പൊതുജലവിന് എത്ര ബാധ്യതയുണ്ടായി, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സർക്കാർ പാലിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് തുറന്നതും വ്യക്തവുമായ ഒരു മറുപടി ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പൊതുപണത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഉയർത്തിയ മാനദണ്ഡങ്ങൾ അധികാരത്തിലെത്തിയ ശേഷവും ഒരുപോലെ പാലിക്കപ്പെടുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളല്ല, സുതാര്യവും ഉത്തരവാദിത്വവുമുള്ള നടപടികളാണ്. സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അവയ്ക്ക് വിരാമമിടാൻ മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കും എന്നാണ് പൊതുവേദിയും കരുതുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.